പണ്ട് സ്ഥിരം പൊക്കോണ്ടിരുന്ന ഒരിടം. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഇന്ന് പ്രേച്ചേട്ടൻ വെളുപ്പിന് എണീറ്റ് പോയത് മരിയനാട് ഹാർബറിലേക്കാണ്. ട്രിവാൻഡ്രം ജില്ലയിലെ മെയിൻ 3 ഹാർബറാണ്. ഒന്ന് വിഴിഞ്ഞ ഹാർബർ, പിന്നെ ഈ മരിയനാട് ഹാർബർ, അതുപോലെ പെരുമാതുറ താഴമ്പള്ളി ഹാർബർ. മരിയനാട് ഹാർബറിൽ ചെറിയ ചെറിയ വള്ളങ്ങളാണ് അടുക്കുന്നത്. ഇതേപോലെ തള്ളി കടലിൽ വെട്ടിട്ട് അതുപോലെ തിരിച്ച് ട്രാക്ടർ വെച്ച് വലിച്ചു കയറ്റുന്ന വള്ളങ്ങൾ. പണ്ട് നമ്മൾ മീൻ വിറ്റോണ്ടിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് രാവിലെ മരിയനാട് ഹാർബറിൽ നിന്നായിരുന്നു മീൻ എടുത്തോണ്ടിരുന്നത്. അന്ന് എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കാഴ്ചകളാണ്. ഇതേപോലെ ഇങ്ങനെ വള്ളം തള്ളി കടലിലേക്ക് പോകുന്ന കുറച്ച് പേര്, പിന്നെ മീൻ പിടിച്ചിട്ട് തിരികെ വരുന്നവര്, ആ മീൻ കൊട്ടകളാക്കി കോരിക്കൊണ്ടുവന്ന് ലേലം വിളിക്കുന്നത്, പിന്നെ കണ്ടെയ്നറുകാർ ലേലം വിളിച്ചെടുത്ത മീനുകൾ അവരുടെ കണ്ടെയ്നറിൽ കയറ്റുന്നത്, പിന്നെ മീൻ വിൽക്കുന്നവര്, അവരുടെ സംസാരങ്ങള്, അങ്ങനെ ഒരുപാട് കാഴ്ച. ശരിക്കും ഈ കടലിൽ പോകുന്ന ജോലി ഉണ്ടല്ലോ, അത് ഏറ്റവും റിസ്ക് ഉള്ള ഒന്നാണ്. അങ്ങനെ ഇന്ന് പോയത് നമുക്ക് കറി വെക്കാനുള്ള മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് നമ്മൾ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും 200 രൂപയ്ക്കും കറി വെക്കാൻ വേണ്ടി മീൻ വാങ്ങുമ്പോൾ കാണുന്ന മീനുകൾ മാത്രമല്ല, ഇതേപോലെ പിടയ്ക്കണ മീനുകൾ ലൈവായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഹാർബറിൽ പോകുമ്പോഴാണ്. അതും 1 or 2 സൈസ് മീനൊന്നും അല്ല, പല ടൈപ്പിൽ പല വെറൈറ്റി. ശരിക്കും ഈ കണവ ഒറിജിനലി ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. അത് പഴകും തോറും അതിന് പാൽ കളർ ആവുമെന്നാണ് പറയുന്നത്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കണവകളൊക്കെ കണ്ണാടി പോലെ ഇരിക്കും. എത്ര രൂപയുടെ മീനാണെന്നോ ഈ കൂട്ടി ഇട്ടേക്കുന്നത്. ഇനി ഇത് ലേലം വിളിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. കണവ മാത്രമല്ല, ചാളയും അയലയും കൊഴിയാളയും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വാരി കൂട്ടിയിട്ടേക്കുന്ന വലിയ കണ്ണൻ കൊഴിയാളാണ്. ഇപ്പോഴത്തെ വില വെച്ചിട്ട് ഈ ടൈപ്പ് മീനിന് 8 എണ്ണമൊക്കെ 100 രൂപയ്ക്ക് മാക്സിമം കിട്ടും. ഹോട്ടലുകളിലേക്കും അതുപോലെ ബൾക്ക് ക്വാണ്ടിറ്റിയിലൊക്കെ മീൻ എടുക്കാൻ ഡയറക്റ്റ് ഇതേപോലെ ഹാർബറിൽ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാഭത്തിന് കിട്ടും. നോർമൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും ലാഭത്തിനാണ് ഇവിടെ മീൻ കൊടുക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 5000 രൂപ, 5000 രൂപ, 5000 രൂപ, 5000 എന്നോട്. ഈ കൊട്ട മീൻ 5000 രൂപയ്ക്കാണ് ലേലം പോയത്. ഇങ്ങനെയാണ് നോർമലി ഹാർബറിൽ ലേലം വിളിക്കുന്നത്. ഒരു കൊട്ട മീനിന് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് ലേലം വിളിച്ചു തുടങ്ങും. നമ്മൾ അതിന് ലേലം വിളിക്കും തോറും വില കൂടി വരും. അങ്ങനെ ഒരു ലേലത്തുകയിൽ ഉറപ്പിക്കും. പണ്ട് പ്രേച്ചേട്ടനും ഇതേപോലെ ലേലം വിളിച്ച് തന്നെയാണ് മീൻ എടുത്തോണ്ടിരുന്നത്. പിന്നെ ഈ കരിമീനല്ലാതെ ഇതിന് എന്തെന്ന് പറയും? 400 രൂപ, 400 ശരി, 300 എണ്ണം പഠിച്ചു. ആദ്യം ഇതുവരെ എണ്ണി പഠിച്ചില്ല. 350 രൂപ കർക്കാരുടെ. ലേലം വിളിക്കാൻ വേണ്ടി മാത്രം ഒരു ടീം ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ അവരുടെ കയ്യിലൂടെയാണ് ഈ മീനുകൾ നോർമൽ ആയിട്ടുള്ള റീറ്റെയിൽസിന്റെ കയ്യിലെത്തുന്നത്. പിന്നെ ഈ വലിയ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇല്ലേ, അവർ ഒരു വള്ളം മീനൊക്കെയാണ് ലേലത്തുക പറഞ്ഞെടുക്കുന്നത്. അതും ലക്ഷക്കണക്കിന് രൂപ. ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള കണ്ടെയ്നറുകാർ അങ്ങനെ എടുത്ത മീനുകളാണ് കേരളത്തിന് തന്നെ പല ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തു എത്തുന്നത്. ഫ്രഷ് മീനായിരിക്കും അവർ എടുക്കുമ്പോൾ, പക്ഷെ അങ്ങെത്തുമ്പോഴത്തേന് ആ മീൻ ഐസിട്ട് പഴക്കം ചെല്ലും. ട്രിവാൻഡ്രം ഒരു കടലോര മേഖലയാണെങ്കിലും ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ പോലും പലപ്പോഴും മഴ കാരണവും ട്രോളിംഗ് കാരണവും മീൻ പിടിക്കാൻ പോവാത്തൊരവസ്ഥ വരും. ആ ടൈമിൽ നമ്മുടെ മാർക്കറ്റിൽ എത്തുന്ന മീനുകൾ പുറത്തു നിന്നുള്ളതായിരിക്കും. ഒരു സമയത്ത് പെരുമാതുറ ഹാർബർ മൊത്തം അടച്ചിട്ടേക്കുമല്ലായിരുന്നു, പൊഴി മൂടിയ കാരണം. നമ്മുടെ ഏരിയയിലൊക്കെ ഫ്രഷ് മീൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ടും മരിയനാട് നിന്ന് വരുന്ന മീനുകൾ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ വിഴിഞ്ഞത്തു നിന്നും നീണ്ടകരയിൽ നിന്നും ഒക്കെ മീനുകൾ വരാറുണ്ട്. ഈ മീനിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല, വറ്റയാണെന്ന് തോന്നുന്നു. അറിയാവുന്നവർ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ആ മീനിനൊക്കെ അടുക്കി വെച്ചേക്കുന്ന കണ്ടില്ലേ, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതുപോലെ ദിവസവും 100 കണക്കിന് ബോട്ടുകളിലാണ് മീനുകൾ ഇവിടെ വരാറ്. ആ മീനുകളോ കേരളത്തിന്റെ പല ഭാഗത്തും കേരളത്തിന് പുറത്തുമായിട്ട് പോകുന്നു. ശരിക്കും നമ്മൾ എല്ലാവർക്കും മീൻ ഇഷ്ടമാണ്, മീൻ കഴിക്കാനും ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തവരും ഉണ്ടായിരിക്കും. എന്നാലും ആ മീൻ ഇങ്ങനെ ഈ ഹാർബറിൽ വന്ന് ഇങ്ങനെ കൂട്ടത്തോടൊക്കെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്. എന്റെ കല്യാണത്തിന് മുന്നേ വരെ ഞാനിതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. കാരണം ഡയറക്റ്റ് വീടിന് ഫ്രണ്ടിൽ വരുന്ന മീനുകളും അതേപോലെ നമ്മൾ ചന്തയിൽ പോയി വാങ്ങിക്കുന്ന മീനുകളും ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും ഡിഫറെന്റ് ആണ് ഈ ഒരു എക്സ്പീരിയൻസ്.